ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർക്കാം. അടുത്തായിട്ട് ഒരു നുള്ളു കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കാം. അല്പം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഒരു സ്പൂൺ സോയാ സോസ് ചേർത്തിരിക്കുകയാണ്. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ബ്ലാക്ക് സോയാ സോസ് ആണ്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇപ്പോൾ ഉപ്പ് ഇടരുത്, നമ്മൾ വെജിറ്റബിൾസിലും ചോറിലും ഒക്കെ ഉപ്പ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ഇടാം. ഇതിലേക്ക് മുട്ട ചേർത്തിരിക്കുകയാണ്. ചിക്കൻ പീസസ് കൂടി ഇട്ടിരിക്കുകയാണ്. ഇനി പതുക്കെ നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം.